Hello my super ladies, welcome back to Zoe Study Vlog. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റു ഒരു ക്ലാസ് കണ്ടു കേട്ടോ. അപ്പം അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു ക്ലാസ് കണ്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നോട്ട്സൊക്കെ എഴുതി. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് വിട്ടുപോയതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിത് ആസ് യൂഷ്വൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, കുട്ടികളൊക്കെ പറഞ്ഞയക്കുന്നു, അങ്ങനത്തെ എല്ലാ പരിപാടികളും കഴിയുന്നു. അപ്പോൾ ഇതേ ലാസ്റ്റ് ഇതാണ് അടുക്കളയുടെ കോലം. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. പ്രത്യേകിച്ച് നമ്മൾ നൈസ് പത്തിരിയാണ് ഇന്ന് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പണിയാണ്. പത്തിരി പരത്തിയ ഭാഗങ്ങളിലും താഴെ എല്ലാം പൊടിയായിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നേരത്തെ പണിയുണ്ട്. അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് വേണം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാം, നമ്മുടെ സെക്കൻഡ് സെഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറേ ആയിട്ട് ഞാൻ നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നാമത് കുറച്ച് പണിയുള്ളത് കാരണം എനിക്ക് മടിയാവും. ഈ രാവിലെ ഒന്നും ഇതിന് നിന്നാൽ ശരിയാവില്ല, സ്കൂളിൽ കുട്ടികളെ പറഞ്ഞേക്കാനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങും ചായ കുടിയും എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഞാനിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് SCRT ആണ്. SCRTയിൽ സെവൻത്ത് സ്റ്റാൻഡേർഡാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. സാമ്പത്തിക സ്രോതസ്സുകൾ എക്കണോമിക്സാണ് കേട്ടോ, എക്കണോമിക്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ നമ്മളിപ്പം എക്കണോമിക്സിൽ ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ടോപ്പിക് വൈസ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. നമുക്ക് SCRT ബുക്സും കൂടെ കവർ ചെയ്യാനുണ്ടെന്ന്. അപ്പം എക്കണോമിക്സും നമ്മൾ SCRTയും കൂടെയാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 7th 8th 9th ഏകദേശം ചാപ്റ്റേഴ്സൊക്കെ കവറായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചോറിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നൈസ് പത്തിരി ബാക്കി ഉണ്ടായതുകൊണ്ട് ഞാൻ അത് കഴിച്ചിട്ട് ഉച്ചയ്ക്ക്. അതിനുശേഷം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം എന്താണെന്നൊക്കെ സംഭവം കേട്ടോ. അപ്പം എനിക്ക് പോകാനുള്ള സ്ഥലം കൂടെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് എന്താ വിശേഷങ്ങൾ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാനിതേ ബസ് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക്. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഈ ഒരു ബിൽഡിങ്ങിലേക്കാണ് എനിക്ക് പോകാനുള്ളത്. അപ്പം ഞാൻ അവിടെ പോയി കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം തിരിച്ചു വന്നു. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പം എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പോകുന്നത് തന്നെ ഉച്ചയ്ക്കാണ്, നല്ല വെയിലുള്ളൊരു സമയമായിരുന്നു. അപ്പോൾ എനിക്ക് തിരിച്ച് വന്നപ്പോഴേക്കും ഭയങ്കര തലവേദനയൊക്കെ ആയി തുടങ്ങി. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ പഠിക്കാനിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തൊഴിൽ വീതിയും അതിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. അത് റിപ്പീറ്റ് ചെയ്തൊന്ന് വായിച്ച് നോക്കി. അത്രയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കാരണം എനിക്ക് അങ്ങോട്ടേക്ക് കൂടുതൽ ഇരിക്കാനോ ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം പറഞ്ഞാൽ. ആകെ ഒരു ക്ഷീണമായിപ്പോയി നല്ല വെയിലത്ത് പോയി വന്നപ്പോഴേക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബറെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ടൊരു കുട്ടിയെ കണ്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു. അപ്പം ഒരു വീഡിയോ ഒക്കെ കാണാറുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആണ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒക്കെ കേൾക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും കാണാൻ പറയാം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.